ഇതിനിടയിലാണ് അജയ് ഈ UN-ലൊരു പ്രമേയം വരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം 40ഓളം ലോകരാജ്യങ്ങൾ ഈ ഹോർമുസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേർന്നിരുന്നു. അവിടെ ഒരു പ്രമേയം ബഹ്റിനടക്കം മുന്നോട്ട് കൊണ്ടുവച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇന്നിപ്പോൾ UN-ൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരികയാണ്. ഇതിലെന്തെങ്കിലും പ്രതീക്ഷ നമ്മൾ കാണണോ? തീർച്ചയായിട്ടും ഇപ്പോൾ US ഇറാനെ ആക്രമിക്കും എന്ന് പറഞ്ഞ ആ സമയപരിധിക്കകത്താണ് ഈ പ്രമേയം നിലവിൽ വോട്ടെടുപ്പിന് വരുന്നത്. അത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ബഹ്റൈൻ GCC രാജ്യങ്ങളുടെ പിന്തുണയോടെ UN-ൽ ഈ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം അത് മുന്നോട്ട് വെച്ചത്. എന്നാൽ അന്ന് ചൈന അതുപോലെ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ വീറ്റോ ചെയ്യുമോ എന്നുള്ള ഭയം ഗൾഫ് നാടുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൗദിയുടെ നേതൃത്വത്തിൽ അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. എന്നാൽ അന്നത് പരാജയപ്പെട്ടത് കാരണമാണ് പിന്നീട് ബഹ്റൈൻ്റെ തന്നെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് UN ഈ ആഴ്ചയിലത്തേക്ക് അതിൻ്റെ വോട്ടെടുപ്പ് മാറ്റിവെച്ചത്. എന്തായാലും ഇന്ന് അത് വോട്ടെടുപ്പിന് എത്തുകയാണ്. ഈ ഒരു നിലവിലെ നിമിഷത്തിൽ റഷ്യയും ചൈനയും അടക്കം അനുനയിപ്പിക്കാൻ ഇപ്പോൾ മറ്റ് ഗൾഫ് നാടുകൾക്കും അതുപോലെ തന്നെ ഈ ബഹ്റൈനും സാധിച്ചോ എന്നത് നമുക്ക് നിലവിൽ വ്യക്തമായിട്ടില്ല. എന്തായാലും ട്രംപ് നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി നമ്മൾ ഇത് രണ്ടും ഇന്ത്യൻ സമയത്തിൽ കണക്കാക്കുകയാണെങ്കിൽ നാളെ പുലർച്ചെ 5:30 ട്രംപിന്റെ സമയപരിധി അവസാനിക്കുന്നത്. ഇന്ന് രാത്രി 8:30 UN-ൽ ഇതിന്റെ വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇനി ഈ ഹോർമുസ് കടലിലേക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ UN തന്നെ ഇറാനെതിരെ തിരിയാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ലോകരാജ്യങ്ങളിൽ നിന്ന് മൊത്തത്തിൽ ഒരു സമ്മർദ്ദം അത് ഇറാനെതിരെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിലവിൽ പല രാജ്യങ്ങളും, അതായത് ഈ പ്രത്യേകിച്ച് റഷ്യ അതുപോലെ ചൈന അടക്കമുള്ള വമ്പന്മാർ ഇറാന്റെ ഒരു ചേരിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറാന്റെ ഒരു സൈനിക നടപടികളെ ന്യായീകരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അത് ചൈനയ്ക്ക് വരെ നിരവധി നഷ്ടങ്ങൾ ഈ ഹോർമുസ് കാരണം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഈ ഇറാന്റെ ഈ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ അവർ പിന്തുണയ്ക്കുന്നുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനി UN-ൽ വോട്ടെടുപ്പ് വന്ന് അത് ചിലപ്പോൾ ഇറാന് നേരെ വലിയൊരു സമ്മർദ്ദമായി വന്നേക്കാം. ചിലപ്പോൾ ഈ വോട്ടെടുപ്പ് തങ്ങൾക്ക് എതിരാവുകയാണെങ്കിൽ ചില US-ന്റെ ചില നിർദ്ദേശങ്ങളോട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മറ്റൊരു ചിലപ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും സമ്മതമാകുന്ന രീതിയിൽ ചിലപ്പോൾ മറ്റൊരു ധാരണയിലേക്ക് വന്ന് ഈ വെടിനിർത്തൽ ഇല്ലാതാകാനും ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആശ്വസിക്കാം. എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്ന നിർണായകമായിട്ടുള്ള ഘടകങ്ങളാണ്. തീർച്ചയായും അജയ്, പക്ഷെ അപ്പോഴും താൽക്കാലികമായ ഒരു യുദ്ധവിരാമം അല്ലെങ്കിൽ വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ പൂർണ്ണമായും തള്ളുന്ന പശ്ചാത്തലം വളരെ പ്രധാനമാണ്. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. താൽക്കാലിക വെടിനിർത്തൽ യുദ്ധം പുനരാരംഭിക്കാനുള്ള സമയം കണ്ടെത്തലാണെന്നാണ് ഇറാന്റെ നിലപാട്. താൽക്കാലിക വെടിനിർത്തലിനായി ഹോർമുസ് തുറക്കാൻ സാധിക്കില്ല. അമേരിക്കയുടെ 15 പദ്ധതി അപ്രായോഗികമാണ്. ഒപ്പം ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് തങ്ങളുടെ താൽപ്പര്യങ്ങളെ മുൻനിർത്തിയുള്ള മറുപടിക്ക് തങ്ങൾ അന്തിമരൂപം നൽകിയിട്ടുണ്ട്, ഉചിതമായ സമയത്ത് അവ പ്രഖ്യാപിക്കും എന്നും അവർ വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. ഞങ്ങളുടെ സ്വന്തം താൽപ്പര്യങ്ങളും പരിഗണനകളും അടിസ്ഥാനമാക്കി ഞങ്ങളുടെ ആവശ്യങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അത് ഏത് നിമിഷവും ഞങ്ങൾ അറിയിക്കാം എന്ന് പറയുന്നു. നിലവിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ പിന്തുണയോടെയുള്ള 15 പദ്ധതി എന്നറിയപ്പെടുന്ന നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് യാതൊരു തരത്തിലും ഞങ്ങൾ സമ്മതിക്കുന്ന സ്ഥിതിയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. പുച്ഛത്തോടെ തള്ളുകയാണ്, ചിരിച്ചു തള്ളുകയാണ് ഇറാൻ. ഇതാണ് അവസ്ഥ. കാരണം തുടർച്ചയായി ട്രംപ് മുന്നറിയിപ്പും ഭീഷണിയും നൽകിയിട്ടും ഇറാനെ പൂർണ്ണമായും തീർക്കുമെന്ന് പറഞ്ഞിട്ടും ഒരു തരത്തിലും ഇറാൻ വഴങ്ങുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വളരെ പ്രധാനമായി, വളരെ നയതന്ത്രപരമായി, ഗൗരവതരമായി ഇറാൻ പറയുന്നത് യുദ്ധം നിങ്ങൾ അവസാനിപ്പിക്കൂ എന്ന് ഞങ്ങളോട് പറയൂ. താൽക്കാലികമായല്ല, ശാശ്വതമായി അവസാനിപ്പിക്കൂ. യുക്രൈനിലും ഒക്കെ ഗസയിലും മറ്റുമൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന കരാറുകൾ ഞങ്ങൾക്കറിയാം. അതൊന്നും ഒരിക്കലും ശാശ്വതമായിരുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടത് ഇനി ഞങ്ങളെ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അങ്ങനെയാണല്ലോ ഇറാൻ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ്. അജയ്, കഴിഞ്ഞ ദിവസമാണ് ഈ 45 ദിവസത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇറാന് മുന്നിൽ ഒരു കരാർ മുന്നോട്ട് വന്നത്. ഇത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ അതുപോലെ തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് അമേരിക്കയുടെ 15 നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഇറാന് മുന്നിൽ ഒരു നിർദ്ദേശം അത് മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. എന്നാൽ ഇറാൻ ഇക്കാര്യത്തിൽ പറയുന്നത് ഈ 45 ദിവസത്തെ വെടിനിർത്തൽ അത് തങ്ങൾക്ക് താല്പര്യമില്ല, പൂർണ്ണമായി ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിബന്ധനകൾ തങ്ങൾക്ക് മുന്നിൽ വരണം, എങ്കിൽ മാത്രമേ ഈ ഒരു സംഘർഷം അത് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇറാൻ എടുത്തിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത്. അതായത് ഈ 45 ദിവസത്തെ വെടിനിർത്തൽ സമയം കൊടുക്കുകയാണെങ്കിൽ US ഒരു കരയുദ്ധത്തിന് കൂടുതൽ
കൂടുതൽ ഒരു കോപ്പ് കൂട്ടി മുന്നോട്ട് വരാനുള്ള സാധ്യതകൾ അത് ഇറാൻ കാണുന്നുണ്ട്. നേരത്തെ തന്നെ ട്രംപിൻ്റെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഇറാൻ പറഞ്ഞത് ഇത് ചിലപ്പോൾ തങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ പദ്ധതിയാകാം എന്ന് അവർ പ്രവചിക്കുകയുണ്ടായി. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അവർ അത് കൂടുതൽ തങ്ങളുടെ ആ നിലപാട് കൂടുതൽ വ്യക്തമാക്കുകയാണ്. അതായത് ഈ 45 ദിവസത്തെ വെടിനിർത്തൽ എന്നുള്ള നിർദ്ദേശം വേണ്ട, ഈ ആക്രമണങ്ങൾ അത് പൂർണ്ണമായി അവസാനിപ്പിക്കണം എന്നതാണ് ഇറാന്റെ ഒരു നിർദ്ദേശം. അവരുടെ എല്ലാ നേതാക്കളും ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നൽകുന്നത്. പ്രത്യേകിച്ച് അവരുടെ വിദേശകാര്യ വക്താവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്ക യുദ്ധക്കുറ്റങ്ങളാണ് ചെയ്യുന്നത്, അതിന് അവരുടെ ജനങ്ങൾ തന്നെ അവരെ ചോദ്യം ചെയ്യണം, US ചോദ്യം ചെയ്യണം എന്നതാണ് ഇപ്പോൾ ഇറാന്റെ ഈ വിദേശകാര്യ വക്താവ് പറഞ്ഞത്. US നിന്ന് തന്നെ നിരവധി സെനറ്റർമാർ ഇപ്പോൾ ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ എല്ലാം രംഗത്ത് വരുന്ന സാധ്യതകളുണ്ട്. ഡെമോക്രാറ്റ് പാർട്ടിയുടെ ഒരു സെനറ്റർ പറയുന്നത് ട്രംപ് പ്രോമിസ് ചെയ്യുന്നത് യുദ്ധക്കുറ്റങ്ങൾ ചെയ്യും എന്നുള്ള ഒരു പ്രോമിസാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ നടത്തിയത് എന്നതാണ് ഇപ്പോൾ പല ഡെമോക്രാറ്റ് പാർട്ടിയുടെ അംഗങ്ങൾ വരെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇറാൻ ഇത്തരമൊരു 45 ദിവസത്തെ വെടിനിർത്തൽ അത് അംഗീകരിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും ആക്രമണം അവസാനിപ്പിക്കുകയാണെങ്കിൽ തങ്ങൾ സമ്മതിക്കാം എന്ന് തന്നെയാണ് അവരുടെ നിലപാട്. എന്തായാലും ഇതുകൂടി തള്ളിക്കളഞ്ഞതോടെ സമാധാനം അത് വീണ്ടും ഒരു ചോദ്യചിഹ്നമായി മുഴച്ചു നിൽക്കുകയാണ്. അതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.